മോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ബയോ മാക്രോ മോളിക്യൂൾസുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് 1000 ഡാൾട്ടനേക്കാൾ കൂടുതൽ മോളിക്കുലാർ വെയിറ്റ് ഉള്ള തന്മാത്രകളാണ് ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രോട്ടീൻസ്. അപ്പൊ എന്താണ് പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ ദേ ആർ ദ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ്. നമ്മൾ പഠിച്ചു അമിനോ ആസിഡ് തന്മാത്രകൾ ചേർന്നാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്. ഏകദേശം 20 തരത്തിലുള്ള അമിനോ ആസിഡുകളാണ് ഉള്ളത്. ഈ അമിനോ ആസിഡുകൾ വ്യത്യസ്ത തരത്തിൽ ചേർന്നിട്ടാണ് വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നത്. ഇനി ഈ അമിനോ ആസിഡുകൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു ഒരു അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിലെ അമിനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും അല്ലെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ളതാണ് നമ്മൾ അമിനോ ആസിഡ് എന്ന് പഠിച്ചത്. അത്തരത്തിലുള്ള അമിനോ ആസിഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒന്നാമത്തെ അമിനോ ആസിഡിന്റെ ആസിഡ് ഗ്രൂപ്പും തൊട്ടടുത്ത അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പും തമ്മിലാണ് ഇങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് ലഭിക്കുന്നത് ഒരു CO എന്നുള്ള സ്ട്രക്ചറും ഇവിടെ നിന്ന് ഒരു NH എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ് അല്ലെ. COOH നിന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജന് ചേർന്ന് അത് വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്ത് ബാക്കിയുള്ളത് CO ആൻഡ് NH എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ഇവരാണ് ഇവരെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്. രണ്ട് അമിനോ ആസിഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന ഈ ഒരു സ്ട്രക്ചർ CONH എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പെപ്റ്റൈഡ് ബോണ്ടുകൾ കൂടിച്ചേർന്നിട്ടാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ട്രക്ചർ ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ ഈസ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് വിളിക്കാം. എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ ഈസ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ. ഇനി ഇത്തരത്തിലുള്ള പോളിപെപ്റ്റൈഡ് ഉണ്ടാകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള അമിനോ ആസിഡുകളാണ് ജോയിൻ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് ഇതിനെ നമുക്കൊരു ഹെറ്ററോ പോളിമർ എന്ന് വിളിക്കാം. ഹെറ്ററോ പോളിമർ മീൻസ് വ്യത്യസ്ത തരത്തിലുള്ള അമിനോ ആസിഡുകൾ ആയതുകൊണ്ട്. എന്നാൽ ഒരേ ടൈപ്പ് ആളുകളാണ് ജോയിൻ ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ അവിടെ ഹോമോ പോളിമറിനെ വിളിക്കുമായിരുന്നുള്ളൂ. ഇനി ഷുഗർ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഹോമോ പോളിസാക്രൈഡ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ പ്രോട്ടീൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ ഈസ് എ ഹെറ്ററോ പോളിമർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോട്ടീൻ ഈസ് എ പോളിപെപ്റ്റൈഡ് എന്ന് പറയാം. ഓക്കെ. ഇനി അമിനോ ആസിഡുകൾ 20 തരത്തിലുള്ളതാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഈ 20 അമിനോ ആസിഡുകളെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ സിന്തസൈസ് ചെയ്യുന്നില്ല. അപ്പൊ ശരീരത്തിന് സ്വന്തമായി സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അമിനോ ആസിഡുകള് എന്ത് ചെയ്യണം? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ശരീരത്തിലേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ ദേ ആർ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് എസെൻഷ്യൽ അമിനോ ആസിഡ്? എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ അമിനോ ആസിഡ്സ് വിച്ച് cannot be synthesized in our body, which must be supplied through our diet അല്ലെങ്കിൽ ഫുഡ്. ഇനി അത്തരത്തിലുള്ള അമിനോ ആസിഡുകളാണ് ട്രിപ്റ്റോഫാന്, മെത്തിയോണൈൻ എന്ന് പറയുന്നത്. ഇനി എസെൻഷ്യൽ അമിനോ ആസിഡ് പോലെ തന്നെയാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. നോൺ എസെൻഷ്യൽ എന്ന വാക്കിനർത്ഥം ശരീരത്തിന് വേണ്ട എന്നല്ല, ശരീരത്തിൽ തന്നെ അവരെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അഡീഷണൽ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ ദ അമിനോ ആസിഡ്സ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ അവർ ഓൺ ബോഡി. നമ്മള് പലതരത്തിലുള്ള പരസ്യങ്ങളിലും ഫുഡ് പ്രോഡക്റ്റുകളിലൊക്കെ അവർ പറയാറുണ്ട് ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസുകളുള്ള അമിനോ ആസിഡുകൾ അടങ്ങിയതാണ് എന്നുള്ളത് അല്ലെ. അപ്പൊ ഈ പരസ്യങ്ങളുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് പ്രോട്ടീൻ. അപ്പൊ ആ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്ത് സിന്തസൈസ് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ഫുഡ് പ്രോഡക്ട്സിലൂടെ നമ്മൾ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട പ്രോട്ടീൻസുകളും അവയുടെ ഫങ്ഷൻസുകളും പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കൊളാജൻ. കൊളാജൻ മീൻസ് ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. അപ്പൊ അത് സെല്ലുകൾ കൊണ്ടാണ് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ സെല്ലുകൾക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്ഥലത്തെയാണ് നമ്മൾ ഇന്റർസെല്ലുലാർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്
കൊളാജൻ എന്ന് പറയുന്നത്. ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ് കൊളാജൻ. അതുകൊണ്ട് തന്നെ ആനിമൽസിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ കൊളാജൻ പ്രോട്ടീൻ ആണ്. അടുത്തത് ട്രിപ്സിൻ. ട്രിപ്സിൻ എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഡൈജഷന്, പ്രോട്ടീൻ ഡൈജഷൻ അല്ലെ, പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു എൻസൈം ആണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. അടുത്ത് ഇൻസുലിൻ. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഇൻസുലിൻ ഒരു ഹോർമോൺ ആണ്, പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോർമോൺസുകളാണ് ശരീരത്തിലെ ഷുഗറിന്റെ അളവ്, ഡയബറ്റിക് എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. ഇൻസുലിൻ ആക്ട് ആസ് എ ഹോർമോൺ. അടുത്തത് ആന്റിബോഡി. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രോഗാണുക്കൾ കയറുകയാണെങ്കിൽ ശരീരം അതിനെതിരെ ചില പ്രോട്ടീൻസുകളെ സിന്തസൈസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള പ്രോട്ടീനുകളെയാണ് ആന്റിബോഡി എന്ന് വിളിക്കുന്നത്. ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജന്റ്സ്. അടുത്തത് റിസപ്റ്റേഴ്സ്. ഇപ്പൊ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഹികൾ എന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ സെൻസറി ആയിട്ട് ധാരാളം റിസപ്റ്റേഴ്സ് ഉണ്ട്. സ്മെല്ല്, അതുപോലെ തന്നെ ടേസ്റ്റ്. ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻസുകളാണ്. കൂടാതെ ഹോർമോൺ റിസപ്റ്റേഴ്സുകൾ ഉണ്ട്, ഹോർമോണിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള. അടുത്ത GLUT4 അല്ലെങ്കിൽ GLUT4 എന്ന് പറഞ്ഞാൽ വിച്ച് എനേബിൾ ദ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ. ഇപ്പൊ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഷൻ സെല്ലിന് സഹായിക്കുന്നതാണ് GLUT4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഈ വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടീൻസുകൾ വ്യത്യസ്ത ഫങ്ഷൻസുകളാണ് ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ നമ്മളെ ആനിമൽ സെൽസിൽ കൊളാജൻ എന്ന് പറഞ്ഞ പോലെ ബയോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതാണ് റുബിസ്കോ ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അല്ലെങ്കിൽ റുബിസ്കോ എന്ന് പറയുന്നതാണ് മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ബയോസ്ഫിയർ ആണ് റുബിസ്കോ എന്ന് പറയുന്നത്. റുബിസ്കോ ഈസ് ആൻ എൻസൈം ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന് ചോദിക്കുന്നതാണ്. ആനിമൽ സെൽസിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ് കൊളാജൻ പ്രോട്ടീൻ. എന്റെ ബയോസ്ഫിയറിൽ റുബിസ്കോ. അടുത്തതായി നമുക്ക് പ്രോട്ടീൻസുകൾ അവർ എങ്ങനെയാണ് കാണപ്പെടുന്നത്, അവരുടെ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ 4 തിരിക്കാം. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. അപ്പോൾ പ്രോട്ടീൻസിന്റെ 4 ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. സാധാരണയായി നമ്മൾ പറഞ്ഞു ഒരു അമിനോ ആസിഡ് തൊട്ടടുത്ത അമിനോ ആസിഡ് ആയിട്ട് പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് കണക്ട് ചെയ്യുന്നത് അല്ലെ. എങ്ങനെയാണ് COOH അടുത്തതിന്റെ NH എന്ന് പറയുന്നതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ NH എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ ഭാഗം ഇത് ഫ്രീ എൻഡ് ആയിട്ടുള്ളതാണ്. ഇത് ഒരു N ടെർമിനൽ എന്ന് നമുക്ക് വിളിക്കാം. തൊട്ട് അടുത്തത് അവസാനിക്കുന്നത് ഒരു C ടെർമിനൽ ആയിരിക്കും. അപ്പൊ C ടെർമിനൽ, അതായത് ഒരു N ടെർമിനല്, C ടെർമിനല്, ഇങ്ങനെയാണ് ഈ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ പോകുന്നത്. ഇങ്ങനെ ഓരോ അമിനോ ആസിഡുകളും ഒരു പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് കണക്ട് ചെയ്ത് കാണപ്പെടുന്ന ആ ഒരു സ്ട്രക്ചറിനെ ഒരു ലീനിയർ ഫാഷനിലെ അറേഞ്ച്മെന്റ് നമുക്ക് പറയാം. ഇത് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. എന്നാൽ ഇതേ സ്ട്രക്ചർ തന്നെ ഇതുപോലെ ആണ് ഒരു ഹെലിക്കൽ സ്ട്രക്ചർ. ദാറ്റ് മീൻസ് ഇവിടെ ഉള്ള ഒരു പെപ്റ്റൈഡ് ബോണ്ട് കൂടാതെ ഹൈഡ്രജൻ ബോണ്ടുകളുടെയും സഹായത്തോടു കൂടി ആണ് കാണപ്പെടുന്നതെങ്കിൽ ഇവരെ നമുക്ക് ഒരു ഹെലിക്കൽ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള ഹെലിക്കൽ അറേഞ്ച്മെന്റ് ആണ് സെക്കൻഡറി സ്ട്രക്ചറിലേക്ക് കാണുന്നത്. എക്സാമ്പിള് നമ്മുടെ മുടിയുടെ കെരാറ്റിൻ എന്ന് പറയുന്ന ഹെയറിൽ കാണുന്ന പ്രോട്ടീൻ ആണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, കെരാറ്റിൻ ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്ത് മുടിയെ നമുക്ക് ആ സ്ട്രക്ചറെ നേരെ പെർമനന്റ്ലി ആക്കാവുന്നതാണ്. ടെർഷറി സ്ട്രക്ചർ ആണ്. ഇവിടെയുള്ളത് ഒരു കോമ്പാക്ട് ഫോൾഡിംഗ് ഓഫ് സ്ട്രക്ചർ ആണ്. എക്സാമ്പിള് മയോഗ്ലോബിൻ, റൈബോന്യൂക്ലിയസ് ആൻഡ് സൈറ്റോക്രോം എന്ന് പറയുന്നത്. ഈ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മുടെ മസിലിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ്. അടുത്ത ക്വാട്ടർണറി സ്ട്രക്ചർ. ക്വാട്ടർണറി മീൻസ് ഹൈലി ഫോൾഡിംഗ് ആണ്. അവിടെ ഒരു പോളിപെപ്റ്റൈഡ് അല്ല, ഒന്നിലധികം പോളിപെപ്റ്റൈഡ് സ്ട്രക്ചറുകളായിട്ടുള്ള അറേഞ്ച്മെന്റിലായിരിക്കും പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പൊ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിരിക്കുന്ന 4 സബ് യൂണിറ്റുകളായിട്ടാണ് ആൽഫ, ബീറ്റ ചെയിനുകൾ എന്ന് പറയുന്ന. ഇവയുടെ ഈ അറേഞ്ച്മെന്റ് ഒരു ക്വാട്ടർണറി അറേഞ്ച്മെന്റിലാണ്. നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടീൻസുകളുടെ 4 ടൈപ്പ് സ്ട്രക്ചറുകളും അവയുടെ എക്സാമ്പിളും ആണ്.